നമസ്കാരം. കൂട്ടക്ഷരങ്ങളുടെ മറ്റൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും എൻ്റെ നോട്ട്ബുക്കും റെഡിയാണ്. നിങ്ങളെല്ലാവരും റെഡിയാണോ? ആരും വന്നില്ലേ? വന്നവരെല്ലാവരും ഒരു ഹായ് ഇടണേ. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് സിനിമയുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് ടൈറ്റിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. എന്തായിരിക്കും ചോദ്യങ്ങൾ? നോക്കട്ടെ, ആരെങ്കിലും ഗസ് ചെയ്യുമോന്ന്. നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഹായ് ഇടണേ. ആരെങ്കിലുമൊക്കെ വന്നോ? ആരുമില്ലേ? എന്നെ കൊണ്ട് മണിച്ചിത്രത്താഴിലെ പാട്ട് പാടിപ്പിക്കരുത് നിങ്ങൾ. എല്ലാവരും ഓടി വായോ, 12 മണി ആയില്ലേ? ആരും വന്നില്ല. കൂട്ടക്ഷരങ്ങളുടെ ലൈവ് ഉച്ചയ്ക്ക് 12 മണിക്കാണെന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പം എല്ലാവരും സമയം അലാമൊക്കെ വെച്ചിട്ട് ഓടി വരണ്ടേ? ഇതാരും വരാത്തത്? ഇന്നത്തെ ചോദ്യങ്ങൾ എന്തായിരിക്കും എന്ന് നിങ്ങൾക്കറിയാമോ? ഹല എന്ന് അജിത് രാജ് പറയുന്നുണ്ട്. ഇന്ന് സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷേ എന്തായിരിക്കും ചോദ്യങ്ങൾ എന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് ഗസ് ചെയ്ത് നോക്കട്ടെ. ആരും വരുന്നില്ലേ? ഇന്നും സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പുസ്തകം നിറച്ച് ചോദ്യങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തരം പറയാൻ ആളുകൾ വരണം എന്ന് മാത്രമേ ഉള്ളൂ. ആരും വന്നില്ല. വരുന്നവരൊക്കെ ഒന്ന് ഹായ് ഇട്ടേക്കണേ കമൻറ്റ് ബോക്സിൽ. ഞാനിന്ന് നേരത്തെ വന്നോ? ഇല്ലല്ലോ, കൃത്യസമയത്ത് തന്നെയാണ് ഞാൻ വന്നത്. എന്നിട്ടും ഇവിടെ ആരും അധികമില്ല. ഓക്കെ, എല്ലാവരും വരട്ടെ, എന്നിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പം ഞാൻ തന്നെ പറയാം ഇന്നത്തെ ചോദ്യങ്ങൾ എന്ത് വിഷയത്തിലാണെന്നുള്ളത്. അജിത് രാജ് വന്നിട്ടുണ്ടല്ലോ. അജിത്ത് പറയും നോക്കട്ടെ, എന്തായിരിക്കും ഇന്നത്തെ ചോദ്യങ്ങൾ? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ആദ്യം വരുന്നവർക്ക് ഒരു ബോണസ് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന്. ആദ്യം വരുന്നവർക്ക് ആദ്യത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. അതൊരു ബോണസ് അല്ലേ? സുനന്ദ മഹേഷ് വന്നിട്ടുണ്ട്. ഹായ് സുനന്ദ ചേച്ചി. അശോക് രാജ് ഹായ് പറയുന്നുണ്ട്. ഹായ്. കുറച്ച് പേര് കൂടി വരട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് സിനിമയുടെ പേരുകൾ പറഞ്ഞിട്ട് മലയാളം പേരുകൾ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് വന്ന് പറഞ്ഞു. കുറേ പേര് പറഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് പേര് വന്ന് എന്നോട് പറഞ്ഞു അത് നല്ല രസകരമായിട്ടുള്ളൊരു ഗെയിമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിനെ ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്യുകയാണ് ഇന്ന്. അതായത് ഇന്ന് ഞാൻ ചില മലയാളം സിനിമകളുടെ പേരുകൾ ഇംഗ്ലീഷിൽ പറയും. നിങ്ങളത് മലയാളത്തിൽ ഗസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ? ഇപ്പോൾ ഉദാഹരണത്തിന് പലതും ഞാൻ എഴുതി വച്ചിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ബ്രോൺസ് എന്നാണ് ഞാൻ പറയുന്നെങ്കിൽ അതിൻ്റെ മലയാളം സിനിമയുടെ പേര് വെങ്കലം എന്നാണ്. അങ്ങനെ മനസ്സിലായല്ലോ? ആർക്കും സംശയങ്ങൾ ഇല്ലല്ലോ? ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ടോ എന്ന് അശോക് രാജ് ചോദിക്കുന്നുണ്ട്. സമ്മാനമുണ്ട്. അവർക്ക് അടുത്ത ലൈവ് ചെയ്യാനുള്ള അവസരം നൽകുന്നതായിരിക്കും. നിങ്ങൾക്കും ഇതുപോലെ FB ലൈവ് ചെയ്യാം ഈ പേജിൽ. അപ്പോൾ വിജയിക്കുന്നവർക്ക് അതാണുള്ള അവസരം. പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈവിൽ വൈശാഖൊക്കെ അങ്ങനെ വിജയിച്ച് വന്ന് ലൈവ് ചെയ്ത ഒരാളാണ്. ഇന്നിവിടെ പലതും നടക്കുമെന്ന് സുനന്ദ മഹേഷ് പറയുന്നു. വെങ്കലം എന്ന അജിത് രാജ്. അപ്പോൾ മനസ്സിലായല്ലോ? ഇംഗ്ലീഷിൽ ഞാൻ ആ പേര് പറയും, അതിൻ്റെ മലയാളം പേര് നിങ്ങൾ ഗസ് ചെയ്യണം. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം. ഓക്കെ, റൂസ്റ്റർ വിത്ത് റിംഗ്. റൂസ്റ്റർ വിത്ത് റിംഗ്, ഇത് ഏത് മലയാളം സിനിമയുടെ പേരാണ്? റൂസ്റ്റർ വിത്ത് റിംഗ്. ഇത് എക്സാക്ട്ലി അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയിരിക്കണം എന്നില്ല കേട്ടോ. ഏകദേശമൊക്കെ ആയിരിക്കും.
കുറേയൊക്കെ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. എന്നാൽ വിജയിക്കുന്നില്ല, വിട്ടു തന്നിരിക്കുന്നു ജീസ് കൈതാരം. ആഹാ, അങ്ങനെ പറയരുത്. ഓക്കെ, റൂസ്റ്റർ വിത്ത് എ റിംഗ് ഏത് സിനിമയുടെ പേരാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നോക്കട്ടെ ആരാണ് ഉത്തരം പറയാൻ പോകുന്നതെന്ന്. പേരാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നോക്കട്ടെ ഉത്തരങ്ങൾ വരുന്നുണ്ടോ? ചോദ്യം ഇതാണ്. ഞാൻ മലയാളം സിനിമയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയും, അതിൽ നിന്ന് നിങ്ങൾ മലയാളം സിനിമയുടെ പേര് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, റൂസ്റ്റർ വിത്ത് എ റിംഗ്. റൂസ്റ്റർ വിത്ത് എ റിംഗ് എന്താണ് അതിന്റെ മലയാളം എന്നുള്ളതാണ് ചോദ്യം. ബിന്ദു രാജേഷ് പറവൂർ പറയുന്നു കുണുക്കിട്ട കോഴി. ജിഷ റിജോയും പറയുന്നു കുണുക്കിട്ട കോഴി. കുണുക്ക് റിംഗ് ഒന്നും അല്ലെന്ന് അജിത് രാജ്. ഞാൻ പറഞ്ഞല്ലോ, എക്സാക്ട് ട്രാൻസ്ലേഷൻ നിങ്ങൾ വിചാരിക്കരുത്. കുറച്ചൊക്കെ ഞാൻ ഇത് മാറ്റുന്നുണ്ട്, കാരണം നിങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് കളയും. അപ്പം അതുകൊണ്ട് കുണുക്കെന്ന് വെച്ചാൽ ഇയർ റിംഗ് ആണ്. ഓക്കെ, അപ്പം ഇയർ മാറ്റിയെന്നേ ഉള്ളൂ. റൂസ്റ്റർ വിത്ത് ആൻ ഇയർ റിംഗ്. ഓക്കെ, ഇനി അങ്ങനെ പറഞ്ഞില്ല എന്ന് വേണ്ട. റൂസ്റ്റർ വിത്ത് ആൻ ഇയർ റിംഗ് കുണുക്കിട്ട കോഴിയാണ്. അപ്പോൾ അതിന്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ബിന്ദു രാജേഷ് പറവൂരാണ് ആദ്യം. അപ്പോൾ ബിന്ദുവിന് 1 പോയിന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മത്സരം മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ശ്രീദേവി നമ്പ്യാർ പറയുന്നു കുണുക്കിട്ട കോഴി. കല്യാണ റിംഗ് കുണുക്കാണെന്ന് സുനന്ദ മഹേഷ്. എന്നാൽ കുണുക്കിന്റെ ഇംഗ്ലീഷ് പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കുണുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേൽക്കാതിലിടുന്ന കമ്മലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ലെങ്കിൽ ഈ പ്രായമായവരൊക്കെ ഇടുന്ന ഈ തോട പോലുള്ള അതിനായിരിക്കണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മേൽക്കാതിലിടുന്ന കമ്മലിനെയാണ് കുണുക്കെന്ന് പറയുന്നത്. ഇങ്ങനെ ഇടും ഈ അമ്മച്ചിമാരൊക്കെ, ക്രിസ്ത്യൻ അമ്മമാരൊക്കെ പണ്ടത്തെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരാണ് കുണുക്ക്. ഓക്കെ, അപ്പോൾ കുണുക്കിട്ട കോഴിയാണ് റൂസ്റ്റർ വിത്ത് ആൻ ഇയർ റിംഗ്. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഈ അർത്ഥം വരുന്ന ഒരു മലയാള സിനിമയുടെ പേരാണ് പറയേണ്ടത്. ഔട്ട്സൈഡർ. എത്ര മനോഹരമായ ആചാരങ്ങൾ കളികളെന്ന് ജീസ് കൈതാരം പറയുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ദി ഔട്ട്സൈഡർ. ദി ഔട്ട്സൈഡർ എന്നർത്ഥം വരുന്ന മലയാളം സിനിമയുടെ പേര് പറയുക. അപരിചിതൻ എന്ന് മിനു ഫൈസൽ പറയുന്നു. ക്രിസ്ത്യൻ വനിതകളുടെ മേൽക്കാത ആഭരണമാണെന്ന് കുണുക്കെന്ന് ശ്രീദേവി നമ്പ്യാർ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ മോളിലിടുന്ന ഇങ്ങനെ ഈ മാർഗം കളിയിലൊക്കെ ഇടുന്ന കാണാം, ഇങ്ങനെ ഇടുന്നൊരു സാധനം. അതിൻ്റെ പേരാണ് കുണുക്ക്. മേക്കാ മോതിരം എന്ന് ബിനുജി വർഗീസ്. കണ്ടോ, അപ്പോൾ മോതിരം എന്ന് പറഞ്ഞാൽ കയ്യിലിടുന്നത് മാത്രമല്ല. ആ അജിത് രാജൻ എന്ന് പറഞ്ഞു കൊടുത്ത മേക്കാ മോതിരം എന്ന് ബിനുജി വർഗീസ് പറയുന്നുണ്ട്. അപരിചിതൻ എന്ന് അശോക് രാജ്. പരദേശി എന്ന് ശ്രീദേവി നമ്പ്യാർ. അപരിചിതൻ എന്ന് നസ്രി സഫർ. ജീസ് കൈതാരം വരത്തൻ. ശ്രീദേവി നമ്പ്യാർ വരത്തൻ. ജയശ്രീ ജോൺ വരത്തനാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. ദിവ്യ എസ് മേനോൻ അപരിചിതൻ. ജിഷ റജോ പുറത്തുനിന്ന് വന്നവൻ. അങ്ങനെ ഒരു സിനിമയുണ്ടോ ജിഷ? KM അബ്ബാസ് പറയുന്നു പരദേശി. ഔട്ട്സൈഡർ എന്ന് സുനന്ദ മഹേഷ്. അതിന്റെ മലയാളം പേരാണ് ഞാൻ ചോദിച്ചത്. പുറത്തെയാളെന്ന് സദാനന്ദ് കുമാർ പറയുന്നു. ഉത്തരം വന്നിട്ടുണ്ട്, വരത്തൻ എന്നുള്ളതാണ് ഉത്തരം. ആദ്യം പറഞ്ഞത് എനിക്ക് കാണിക്കുന്നത് ജയശ്രീ ജോൺ ആണ്. വരത്തൽ എന്നാണ് പറഞ്ഞെങ്കിലും വരത്തൻ എന്നുള്ളത് ടൈപ്പോ ആണെന്ന് തോന്നുന്നു. ജയശ്രീക്കാണ് ഞാനൊരു പോയിന്റ് കൊടുക്കുന്നത്. ഓക്കെ, ഔട്ട്സൈഡർ എന്ന പേരിൽ സിനിമയുണ്ടെന്ന്. അതുണ്ടാകാം, പക്ഷേ ഞാൻ ചോദിച്ചത് അതേ അർത്ഥം വരുന്ന മലയാളം പേരുള്ള സിനിമയുടെ പേരാണ്. ഓക്കെ, പരദേശി, അപരിചിതൻ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഉത്തരം വരത്തൻ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഇത് എളുപ്പമുള്ളൊരു ചോദ്യമാണ്, എല്ലാവർക്കും പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമാണ്. ഡക്ക് ദാറ്റ് ലേസ് ഗോൾഡൻ എഗ്സ്. ഡക്ക് ദാറ്റ് ലേസ് ഗോൾഡൻ എഗ്സ്. ഡക്ക് ദാറ്റ് ലേസ് ഗോൾഡൻ എഗ്സ്. ഇതിന്റെ ഉത്തരമൊക്കെ പെട്ടെന്ന് വരേണ്ടതാണല്ലോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഉത്തരമല്ലേ? ഡക്ക് ദാറ്റ് ലേസ് ഗോൾഡൻ എഗ്.
വേഗം വേഗം വരട്ടെ. ഇടയ്ക്ക് ഞാൻ എളുപ്പമുള്ളത് ചോദിക്കാം, ഇടയ്ക്ക് ഞാൻ കുറച്ച് കട്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് ജിഷ റജോ പറയുന്നു, ജയശ്രീ ജോൺ പറയുന്നു, അജിത് രാജ് പറയുന്നു, മിനു ഫൈസൽ പറയുന്നു പൊന്മുട്ടയിടുന്ന താറാവ്, ബിന്ദു രാജേഷ് പറവൂർ, ജീസ് കൈതാരം, ആർഷ മനു തുടങ്ങിയവരൊക്കെ പറയുന്നു. അന്യൻ എന്ന് ബിനുജി വർഗീസ് പറഞ്ഞു. എനിക്കൊരു നേരത്തെ ചോദ്യത്തിന് ഉത്തരമായിരിക്കണം. പെൺമുട്ടയിടുന്ന താറാവ്, പൊന്മുട്ടയായിരിക്കും ഉദ്ദേശിച്ചത്. സദാനന്ദ് കുമാർ, ശ്രീദേവി നമ്പ്യാർ, അയ്യോ എൻ്റെ അടുപ്പിലെ മീൻ കരിഞ്ഞു എന്ന് ജിഷ റജു. നിന്റെ ജിഷേ, ഇതാണ് പറയുന്നത് 12 മണിക്ക് മുമ്പ് എല്ലാ പരിപാടികളും തീർത്തിട്ട് നിങ്ങളോട് വന്ന് നിൽക്കണമെന്ന്. ഓക്കെ, ചോദ്യം ലേറ്റായാണ് കിട്ടുന്നത്. ബിനുജി വർഗീസ് പറഞ്ഞു പൊന്മുട്ടയിടുന്ന താറാവ് തന്നെയാണ്. ആദ്യം ഉത്തരം പറഞ്ഞത് ആരാണ് പറഞ്ഞത്? ജിഷ റജു അല്ലേ? എൻ്റെ കമൻറ്റുകൾ ഓടിപ്പോകുന്നുണ്ട്. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് ആദ്യം പറഞ്ഞ ജിഷയല്ലേ? ജയശ്രീ ഒന്ന് നോക്കണേ. ജിഷയ്ക്ക് ഒരു പോയിന്റ്, മീൻ കരിഞ്ഞു പോയെങ്കിലും ജിഷ ഒരു പോയിന്റ് നേടിയിരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ന് കരിമീൻ എന്ന് ജിഷ റജു. അതെ, മീൻ കരിഞ്ഞു കഴിഞ്ഞാൽ കരിമീനാണെന്ന് പറഞ്ഞ് കൊടുക്കുക, അല്ലാതെ ഇപ്പം എങ്ങനെ എന്ത് ചെയ്യും? ദ ഡീപ് ഫ്രൈഡ് ഫിഷ് ഇൻ മൈ സ്റ്റവ് എന്ന് അജിത് രാജ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ലൈവിനകത്ത്. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം. ജിഷയ്ക്കാണ് ഇതിൽ പോയിന്റ്. അടുത്ത ചോദ്യം ഇതാണ്. ദി സെപ്റ്റർ. എല്ലാവരും ഗൂഗിളിലേക്ക് ഓടിക്കോ, എന്താണ് സെപ്റ്ററിന്റെ അർത്ഥം ആലോചിച്ചിട്ട്. അജിത് രാജാണ് എൻ്റെ സ്ക്രീനിൽ നിന്ന് ജയശ്രീ ജോൺ. ആണോ പൊന്മുട്ടയിടുന്ന താറാവ് ആദ്യം പറഞ്ഞത്? അജിത് രാജാണോ? നോക്കട്ടെ. എനിക്ക് പക്ഷെ ജിഷ റജോയും ജയശ്രീ ജോണും കഴിഞ്ഞിട്ടാണ് അജിത് രാജിനെ കാണിക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, ജിഷയ്ക്ക് പോയിന്റ് കൊടുക്കുന്നേ. ചോദ്യം ഇതാണേ, ദ സെപ്റ്റർ. എല്ലാവരും ഗൂഗിളിലേക്ക് പോയി കാണും, വേഗം തിരിച്ച് ലൈവിലേക്ക് വരിക. ദ സെപ്റ്റർ എന്നർത്ഥം വരുന്ന മലയാളം സിനിമാ പേര്. ഞാൻ ലാപ്ടോപ്പിലൊന്ന് നോക്കട്ടെ, അജിത് രാജ് ആണോ ആദ്യം? അല്ല, ലാപ്ടോപ്പിലും എനിക്ക് ജിഷ റജു ആണ് ആദ്യം കാണിക്കുന്നത്. ദ സെപ്റ്റർ എന്നർത്ഥം വരുന്ന മലയാളം സിനിമയുടെ പേര്. വേഗം വേഗം വരട്ടെ. ഗൂഗിളിൽ പോയവരൊന്നും എത്തിയില്ല തിരിച്ച്. വേഗം വരൂ ഗൂഗിളിൽ പോയിട്ട്. ജിഷ റജു പറയുന്നു ചെങ്കോൽ, ജീസ് കൈതാരം പറയുന്നു ചെങ്കോൽ, സിന്ധു ശശീന്ദ്രൻ പറയുന്നു ചെങ്കോൽ. ശരിയാണ് ഉത്തരം. ദ സെപ്റ്റർ എന്ന് വെച്ചാൽ ചെങ്കോൽ എന്നാണ് അർത്ഥം. അപ്പൊ ജിഷയ്ക്കാണ് ഒരു പോയിന്റ്. മീൻ കരിഞ്ഞാൽ എന്താ പോയിന്റ് കിട്ടുന്നില്ലേ ജിഷ? ഇന്ന് പോയിന്റ് എല്ലാവർക്കും ചോറിന്റെ കൂടെ കൊടുക്കാം കേട്ടാ. സ്പെല്ലിംഗ് പറയാമെന്ന് അജിത് രാജ്. സെപ്റ്റർ, SCEPTER, ദ സെപ്റ്റർ. ഇനി അതിന് വേറെ പ്രൊണൗൺസിയേഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ദ സെപ്റ്റർ. ഓക്കെ, ഞാൻ ഗൂഗിൾ നോക്കില്ല, സത്യസന്ധയാണെന്ന് ബിന്ദു രാജേഷ് പറഞ്ഞു. ബിന്ദു ചേച്ചി അങ്ങനെ ചെയ്യോ? ഞാൻ അങ്ങനെ പറയുമോ? ഇല്ല, ഇത്രയ്ക്ക് സത്യസന്ധയായിട്ടുള്ള വേറൊരു കൂട്ടക്ഷരങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദ സെപ്റ്റർ എന്ന് വെച്ചാൽ ചെങ്കോലാണ്. ജിഷ റജോയ്ക്കാണ് ഉത്തരം ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് എളുപ്പമുള്ള ചോദ്യമാണ്, എല്ലാവർക്കും പറയാൻ പറ്റുന്നതാണ്. സ്പെല്ലിംഗ് കൂടി പറയണേന്ന്. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ള വാക്കാണെങ്കിൽ ഞാൻ സ്പെല്ലിംഗ് കൂടി പറയാം. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. പേരിതാണ് സെക്ടർ എന്ന് ഷാഹിദ് റാഫി ചോദിക്കുന്നത്. സെക്ടർ അല്ല, സെപ്റ്റർ. ചെങ്കോൽ ആണ് ദ സെപ്റ്റർ. ഓക്കെ, അടുത്ത ചോദ്യം. ബിറ്റ്വീൻ ഹിം ആൻഡ് മീ. ബിറ്റ്വീൻ ഹിം ആൻഡ് മീ. പറവൂർ രാജ്യത്തെ സത്യസന്ധയല്ലേ എന്ന് ജയശ്രീ ജോൺ. അതെ, പറവൂർ രാജ്യത്ത് പ്രത്യേക സിവിലിയൻ ബഹുമതി നേടിയിട്ടുള്ള സത്യസന്ധയാണ്. ചോദ്യം ഇതാണ്, ബിറ്റ്വീൻ ഹിം ആൻഡ് മീ. ഇതൊക്കെ എത്ര പെട്ടെന്ന് പറയാൻ പറ്റുന്നതാണ്. വേഗം വേട്ടെ. ആയാലും ഞാനും തമ്മിൽ. അയാളും ഞാനും തമ്മിൽ എന്ന് മിനു ഫൈസൽ, ജിഷ റജോ. അയാളും ഞാനും തമ്മിൽ എന്ന് ജീസ് കൈതാരം. സ്പേസ് എന്ന് ഷാഹിദ് റാഫി. അയാളും ഞാനും തമ്മിലെന്ന് അജിത് രാജ്. അയാളും ഞാനും തമ്മിലെന്ന് ജയശ്രീ ജോൺ. നിഷാറോ, എനിക്കും അവനും ഇടയിലെന്ന് നിഷാറോസ്. സിനിമാ പേരാണ് നിശ്ചയിച്ചി. നിഷിബ എം നിഷി. അയാളും ഞാനും തമ്മിൽ. ജിഷ റജു. അയാളും ഞാനും തമ്മിൽ. എല്ലാവരും പറയുന്നുണ്ട്. നമ്മൾ തമ്മിലെന്ന് സദാനന്ദ് കുമാർ. അയാളും ഞാനും തമ്മിലെന്ന് സിന്ധു ശശീന്ദ്രൻ. അയാളും ഞാനും തമ്മിലെന്ന് ബിന്ദു രാജേഷ്. ഒക്കെ ടൈപ്പോ ആണെങ്കിലും ജിഷയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് അല്ലേ? അയാളും ഞാനും തമ്മിൽ. നോക്കട്ടെ, അല്ലേ ജിഷയല്ലേ ആദ്യം പറഞ്ഞത്?
അതോ അതെ, ജിഷയാണ് എനിക്ക് കാണിക്കുന്നത്. ജിഷയാണ് ഉത്തരം. അയാളും ഞാനും തമ്മിൽ, ബിറ്റ്വീൻ ഹിം ആൻഡ് മീ. ഓക്കെ, ഇത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണോ എന്ന് എന്നോട് ചോദിക്കരുത്. ഞാൻ കുറച്ചൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ കണ്ടെത്തിയിട്ടുള്ള വാക്കുകളാണ്. ഏകദേശം അർത്ഥം അതാണ്. ഓക്കെ, ജിഷയാണ് എന്ന് ജയശ്രീ ജോൺ പറയുന്നു. അപ്പോൾ ജിഷയ്ക്ക് ഒരു പോയിന്റ്. ഓക്കെ, അയാളും ഞാനും തമ്മിൽ എന്നൊരു സിനിമയുണ്ടോയെന്ന് സുനന്ദ മഹേഷ് ചോദിക്കുന്നു. അയ്യോ, പൃഥ്വിരാജും പ്രതാപ് പോത്തനും ഒക്കെ അഭിനയിച്ചിട്ടുള്ള സംവൃത സുനിലൊക്കെയുള്ള സിനിമയുടെ പേരാണ് അയാളും ഞാനും തമ്മിൽ. ഓക്കെ, വളരെ ഫേമസ് പോപ്പുലർ സിനിമയാണ്. അടുത്ത ചോദ്യം ഇതും എളുപ്പമുള്ള ചോദ്യമാണ്. ഓക്കെ, ഒരു ക്ലാസിക് മൂവി തന്നെയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. ദ മാസ്റ്റർ കാർപ്പൻ്റർ. ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ സിനിമാ പ്രേമിയാണെന്ന് പറഞ്ഞിരുന്നാൽ തല്ലി കിട്ടും. ഓക്കെ, ദ മാസ്റ്റർ കാർപ്പൻ്റർ എന്നർത്ഥം വരുന്ന മലയാള സിനിമാ പേര്. പെട്ടെന്ന് പോരട്ടെ, ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളല്ലേ. സിനിമയാണോ മനസ്സിലായതെന്ന് നിഷ റോസ് പറയുന്നു. സിനിമാ പേരാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഞാൻ അതിൻ്റെ ഏകദേശം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആയിരിക്കും പറയുന്നത്. പെരുന്തച്ഛൻ എന്ന ശ്രീദേവി നമ്പ്യാർ, സിന്ധു ശശീന്ദ്രൻ, ജീസ് കൈതാരം, മിനു ഫൈസൽ, ബിന്ദു രാജേഷ് പറവൂർ, നിഷ റോസ്, സദാനന്ദ് കുമാർ, ഷാഹിദ് റാഫി, എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ആരാണ് ആദ്യം പറഞ്ഞത്? ശ്രീദേവി നമ്പ്യാരാണ്. ശ്രീദേവി ഒരു പോയിന്റ് നേടിയിട്ടുണ്ട്. പെരുന്തച്ഛൻ എന്നുള്ളതാണ് ഉത്തരം. ദ മാസ്റ്റർ കാർപ്പൻ്റർ. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ പറയുന്നത് ഒരു മലയാള സിനിമയുടെ പേരിന്റെ ഏകദേശ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. അതിൽ നിന്ന് മലയാളം സിനിമയുടെ പേര് കണ്ടുപിടിക്കുക. ഓക്കെ, ദ ചാൻസ് ഓൺ എ പില്ലോ. ദ ചാൻസ്, CHANTS. ഓക്കെ, ചാൻസ് ഓൺ എ പില്ലോ. മിടുക്കനായ ആശാരി എന്ന് ജിഷ റജു. ആഹാ, പെരുന്തച്ഛൻ, അടുക്കളയിലെ പെരുന്തച്ഛനാണ് ജിഷ റജു. അതുകൊണ്ട് ഇന്ന് ഒരു മീൻ കരിച്ചിട്ടുണ്ട്. ദ ചാൻസ് ഓൺ എ പില്ലോ. ചാൻസ്, CHANTS. ദ ചാൻസ് ഓൺ എ പില്ലോ. തലയണ മന്ത്രം എന്ന് ബിന്ദു രാജേഷ് പറവൂർ, ജിഷ റജു, ശ്രീദേവി നമ്പ്യാർ, മിനു ഫൈസൽ, ഷാഹിദ് റാഫി ഒക്കെ പറയുന്നുണ്ട്. അജിത് രാജ്, ജീസ് കൈതാരം, സദാനന്ദ് കുമാർ, രാജ്ര അങ്ങനെയാണ് പേരെന്ന് തോന്നുന്നു, രാജ്ര, അവരൊക്കെ പറയുന്നുണ്ട്. സിന്ധു ശശീന്ദ്രൻ, ജയശ്രീ ജോൺ, സുനന്ദ മഹേഷ്, നിഷ റോസ്, എല്ലാവരും പറയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അറിയുന്ന ഇതായിരുന്നു. ആദ്യം പറഞ്ഞത് ബിന്ദു രാജേഷ് അല്ലേ? ബിന്ദു രാജേഷിന് ഒരു പോയിന്റ്. തലയണ മന്ത്രം, ദ ചാൻസ് ഓൺ എ പില്ലോ. ഓക്കെ, ഞാനും പറഞ്ഞു കേട്ടോ രാജാണെന്ന്. ഓക്കെ, രാജ് എന്നാണ് അല്ലേ? റാ എന്ന് കണ്ടപ്പോൾ രാജ് റാ എന്ന് വായിച്ചതാണ്. ആർദ്ര നമ്പ്യാർ പറയുന്നു തലയണ മന്ത്രം. അശോക് രാജ്, ഉർവശി മനോഹരമാക്കിയ കാഞ്ചന അല്ലേ? കാഞ്ചനയുടെ സിനിമയാണ് തലയണ മന്ത്രം. ഓക്കെ, അടുത്ത ചോദ്യം. ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യമാണ്. പെട്ടെന്ന് ഉത്തരം പറയാ. ദിസ് ഫ്ലൈയിങ് സോസർ. വേഗം വരട്ടെ ഉത്തരങ്ങൾ. ഞാൻ ഒരുപാട് സിനിമകളുടെ പേര് കൊണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചോദ്യങ്ങൾ തീർന്നു പോകുന്ന പ്രശ്നമില്ല. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദിസ് ഫ്ലൈയിങ് സോസർ. എളുപ്പമല്ലേ? പെട്ടെന്ന് വരട്ടെ. ഈ പാർക്കും തളികയെന്ന് ശ്രീദേവി നമ്പ്യാർ, പറക്കും തളികയെന്ന് മിനു ഫൈസൽ, ഈ പറക്കും തളികയെന്ന് ജിഷ റജു, ബിന്ദു രാജേഷ് പറവൂർ, ജയശ്രീ ജോൺ, അജിത് രാജ്, സുഹാന ജുംബു, ഷാഹിദ് റാഫി ഒക്കെ പറയുന്നുണ്ട്. നിഷിബ മിഷി, സുനന്ദ മഹേഷ്, നിഷ റോസ്, ജീസ് കൈതാരം, എല്ലാവരും പറയുന്നുണ്ട്. ഈസി ചോദ്യമല്ലായിരുന്നോ? അപ്പം ആദ്യം പറഞ്ഞത് ആരാണ്? പറക്കും തളിക എന്ന് ആദ്യം പറഞ്ഞത് ശ്രീദേവി നമ്പ്യാർ അല്ലേ? ശ്രീദേവിക്ക് ഒരു പോയിന്റ്. ഈ പറക്കും തളിക എന്നാണ് സിനിമയുടെ പേര് കേട്ടോ. പറക്കും തളിക മാത്രമല്ല, ഈ പറക്കും തളിക. അപ്പോൾ അത് ശരിയായി. ഇനി അടുത്തത് ശ്രീദേവിക്കാണ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. ഈ അർത്ഥം വരുന്ന മലയാള സിനിമ പേരാണ് പറയേണ്ടത്. ഓക്കെ, ആദ്യം പറഞ്ഞ ശ്രീദേവി നമ്പ്യാർ, അതെ കൊടുത്തിട്ടുണ്ട്.
പൂവർ പിറ്റിഫുൾ പ്രിൻസ്. പൂവർ പിറ്റിഫുൾ പ്രിൻസ്. ഇതൊക്കെ ഫേമസ് സിനിമകളാണ്, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടാവില്ല. ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പൂവർ പിറ്റിഫുൾ പ്രിൻസ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ലൈവ് ഇഷ്ടമാണോ, അതോ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ കേൾക്കാനാണോ ഇഷ്ടം? എങ്കിൽ ഞങ്ങൾ അടുത്തൊരു തവണ ഭയങ്കര ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യനുകൾ ക്വിസ് തയ്യാറാക്കിയിട്ട് വരുന്നതായിരിക്കും. പാവം പാവൻ രാജകുമാരൻ എന്നെല്ലാവരും പറയുന്നുണ്ട്. അജിത് രാജ്, ബിന്ദു രാജേഷ്, ശ്രീദേവി നമ്പ്യാർ, പിന്നെ ആരാണ് എല്ലാവരും പറയുന്നുണ്ട്, ജിഷ റജു, ജയശ്രീ ജോൺ, മിനു ഫൈസൽ, സദാനന്ദ് കുമാർ, ബിനു മാത്യു ഒക്കെ പാവം പാവൻ രാജകുമാരൻ എന്നുള്ള ഉത്തരം പറയുന്നുണ്ട്. ദീപ രാജൻ, ആർദ്ര നമ്പ്യാർ, നിഷിബ എം നിഷി, വെരി വെരി പുവർ പ്രിൻസ് എന്ന് ജിഷ റജു പറയുന്നു. പാവം പാവൻ രാജകുമാരൻ എന്ന് മീര അനുമോദ്, നിഷ റോസ് എല്ലാവരും പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞത് ആരാണ് ആദ്യം പറഞ്ഞത്? ശ്രീദേവി നമ്പ്യാറല്ലേ? ശ്രീദേവിക്കാണ് ഒരു പോയിന്റ്. ശ്രീദേവിക്കാണ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. മാറ്റം ഉണ്ടെങ്കിൽ പറയണം. ഇതാണ് ഇഷ്ടമെന്ന് നിഷ റോസ്. ഞാൻ ഇൻ്റലിജൻ്റ് ആയതുകൊണ്ട് അതാ ഇഷ്ടം. പിന്നെ ഇതും ഓക്കെ എന്ന്. അത് ശരി. ഹോയ് ഹോയ് എന്ന് വൈശാഖ് ദേവി വെച്ചിട്ടുണ്ട്. ഇന്നെങ്കിലും നെറ്റ് കിട്ടുമോ വൈശാഖിന്? എന്തൊരു കഷ്ടമാണ് ഒരു രാജ്യത്ത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ദി കോൺവെർസേഷൻ എന്നർത്ഥം വരുന്ന കോൺവെർസേഷൻ, CONVERSATION, ദി കോൺവെർസേഷൻ എന്നർത്ഥം വരുന്ന മലയാളം സിനിമാ പേര്. ഇവിടെ എന്ത് സൈസും എടുക്കും. ഇൻ്റലിജൻ്റ് എങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള ചോദ്യങ്ങളാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ചോദ്യങ്ങളായിട്ട് വന്നത്. കാരണം ഇതിപ്പോൾ വലിയ ബുദ്ധി ഉപയോഗിക്കാനുള്ളൊരു സമയം എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുറച്ച് സമയം എൻജോയ് ചെയ്യുക, കുറച്ച് സമയം ഒരു എന്താ പറയുക, ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ഇരുന്ന് കത്തി വെക്കുന്നത് പോലെ ലൈവിലിരുന്ന് സംസാരിക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദി കോൺവെർസേഷൻ എന്നർത്ഥം വരുന്ന മലയാളം സിനിമാ പേര്. വർത്തമാനം, ചർച്ച എന്നൊക്കെ പറയുന്നു. അല്ല, കുറച്ചുകൂടി ആലോചിക്കൂ. സംസാരം ഒന്ന് വൈശാഖ് ജി. സംസാരം എന്നുള്ള പേരിൽ മലയാള സിനിമയുണ്ടോ? വർത്തമാനം ഒന്ന് നിഷ റോസ്, സംഭാഷണം ഒന്ന് ജിഷ റജു. അല്ല, ദി കോൺവെർസേഷൻ. വർത്തമാനം അല്ല കേട്ടോ, വർത്തമാനം അല്ല. ദി കോൺവെർസേഷൻ എന്നർത്ഥം വരുന്ന, നിങ്ങൾ പറയുന്ന വർത്തമാനം എന്നുള്ള സിനിമയുടെ അർത്ഥം പ്രസന്റ് എന്നർത്ഥമുള്ള വർത്തമാനമാണ്, അല്ലാതെ കോൺവെർസേഷൻ എന്നർത്ഥമുള്ള വർത്തമാനം അല്ല. വരട്ടെ, ഉത്തരം വരട്ടെ. ഉത്തരം വരുന്നുണ്ട്. സല്ലാപം എന്ന് മിനു ഫൈസൽ പറയുന്നുണ്ട്. അതാണ് ഉത്തരം. ഒരുപാട് പേര് വേറെയും പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ ആരൊക്കെയാണെന്ന്. മിനു ഫൈസൽ, അജിത് രാജ്, ജീസ് കൈതാരം, ശ്രീദേവി നമ്പ്യാർ തുടങ്ങിയവരൊക്കെ പറഞ്ഞിട്ട് സദാനന്ദ് കുമാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മിനു ഫൈസലാണ് ആദ്യം പറഞ്ഞത്. സല്ലാപം. ഓക്കെ, സിന്ധു ശശീന്ദ്രൻ പറയുന്നുണ്ട് സല്ലാപം സംഭാഷണമല്ല എന്ന്. വൈശോക് ഡയലോഗല്ല ഞാൻ പറഞ്ഞത്, ദ കോൺവെർസേഷൻ ആണ്. ഓക്കെ, ദ കോൺവെർസേഷൻ എന്നതിൻ്റെ മലയാളം പേരുള്ള സിനിമയാണ് സല്ലാപം. ഓക്കെ, സല്ലാപം ചാറ്റിംഗ് അല്ലേ, കോൺവെർസേഷൻ വർത്തമാനം സംഭാഷണം ഒക്കെയാണ്. സംഭാഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ് അല്ലേ. സല്ലാപം എന്നുള്ളതിന് എനിക്ക് കിട്ടിയ അർത്ഥമാണ് കേട്ടോ, അത് കോൺവെർസേഷൻ. എല്ലാവരും കൂടി എന്നെ കൊല്ലണ്ട. അപ്പം എൻ്റെ ഉത്തരവാണ്, ക്വിസ് മാസ്റ്ററുടെ ഉത്തരവാണ് ഫൈനൽ. ഓക്കെ, സല്ലാപം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം സല്ലാപം എന്ന ഉത്തരം പറഞ്ഞ മിനു ഫൈസലിനാണ് ഞാൻ പോയിന്റ് കൊടുക്കുന്നത്. വർത്തമാനം പിന്നെയും യോജിക്കുന്നു. പക്ഷെ വർത്തമാനം എന്നുള്ള സിനിമയുടെ പേര് വർത്തമാനം എന്നുള്ള അർത്ഥമുള്ള വർത്തമാനം അല്ല വൈശാഖ്, അത് പ്രസന്റ് എന്ന അർത്ഥമുള്ള വർത്തമാനമാണ്. അതായത് പാസ്റ്റ് പ്രസന്റ് പറയുന്നില്ല, പ്രസന്റ്. ഓക്കെ, തീ വെക്കണമെന്ന് വൈശാഖ് ചെയ്യുക. നീ അങ്ങ് വെക്കും തീ, കാണാം നമുക്ക്. ഓക്കെ, കുറ്റിക്ക് മലയാളം അറിയൂല എന്ന് അജിത് രാജ് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സല്ലാപത്തിനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ സല്ലാപത്തിന് മിനു ഫൈസലിന് ഒരു പോയിന്റ് കൊടുക്കുന്നു. അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം. എ നോർത്തേൺ സ്റ്റോറി ഓഫ് എ വാലർ
VALOUR. ഓക്കെ, എ നോർത്തേൺ സ്റ്റോറി ഓഫ് എ വാലർ. ക്വിസ് മാസ്റ്റർ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്ന. ഞാൻ പെരുമാറും, ഞാൻ അങ്ങനെ പെരുമാറും. ആഹാ, പിള്ളേരെ വിട്ട് തല്ലിക്കാന്ന്. ഹാ ഹാ ഹാ, വാ ഇങ്ങോട്ട് വാ തല്ലിക്കാൻ. എ നോർത്തേൺ സ്റ്റോറി ഓഫ് എ വാലർ. ഒരു വടക്കൻ വീരഗാഥ എന്ന് ശ്രീദേവി നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്. വൈശാഖ് ജയ്, മിനു ഫൈസൽ, ആർദ്ര നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജിഷ റെജോ വടക്കു നോക്കി യന്ത്രമാക്കി. ഒരു വടക്കൻ വീരഗാഥ എന്ന് ബിനു മാത്യു. വാലർ ആണ്, VALOUR. മീര അനുമോദ് വടക്കൻ വീരഗാഥ, നിഷ റോസ് വടക്കൻ വീരഗാഥ, ജീസ് കൈതാരം, സിന്ധു ശശീന്ദ്രൻ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് ആരാ? ആദ്യം പറഞ്ഞ ആളുടെ കമന്റ് എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ, ഓടിപ്പോകുന്നു കമന്റ്. ആരെങ്കിലും ഒന്ന് പറയൂ ആദ്യം ആരാ പറഞ്ഞെന്ന്. ഞാൻ ഇവിടെ നോക്കട്ടെ. വടക്കൻ വീരഗാഥ, ഒരു വടക്കൻ വീരഗാഥ എന്നുള്ള ഉത്തരം ആദ്യം പറഞ്ഞത് ശ്രീദേവി നമ്പ്യാരല്ലേ? ശ്രീദേവിക്കാണ് ഒരു പോയിന്റ് കൊടുക്കുന്നത്. ഒരു വടക്കൻ വീരഗാഥ എന്ന് ആദ്യം പറഞ്ഞത് ശ്രീദേവി. ഓക്കെ, ഇപ്പം ഇപ്പോഴത്തെ പോയിന്റ് നില ഞാൻ പറയാം. 4 പോയിന്റുമായിട്ട് ശ്രീദേവി നമ്പ്യാർ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ജിഷ റെജോ 3 പോയിന്റ് 2ാം സ്ഥാനത്ത്. ബിന്ദു രാജേഷിന് 2 പോയിന്റ്. ജയശ്രീക്കും മിനു ഫൈസലിനും ഓരോ പോയിന്റ്. വേറെ ആരും ഇതുവരെ പോയിന്റ് ബോക്സിലേക്ക് കയറിയിട്ടില്ല. ശ്രീദേവി നമ്പ്യാർക്കാണ് പോയിന്റ് ഇപ്രാവശ്യം കൊടുത്തത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇതാണ്. ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യമാണ്. ബിഫോർ ദ റെയിൻ കംസ്. ഇന്ന് വള്ളോലി വന്നില്ലേ? ഓഫീസ് തിരക്കായിരിക്കും ചിലപ്പോൾ. ചോദ്യം ഇതാണ്, ബിഫോർ ദ റെയിൻ കംസ്. പപ്പടം ചുറ്റുകൊണ്ട് ക്വിസ് കളിക്കണോ സക്കീർ ബായിക്ക്? എന്തൊക്കെയാ സംഭവിക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ? ക്വസ്റ്റ്യൻ ചോർന്നു എന്ന് ജീസ് കൈതാരം. ചോരൂല്ല, ഇതെൻ്റെ ഞാൻ ഡിജിറ്റലി പോലും അല്ല ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, നോട്ട് ബുക്കിലാണ്. ഓക്കെ, മഴയെത്തും മുമ്പേ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ബിന്ദു രാജേഷ് പറവൂർ, മീര അനുമോദ്, ജയശ്രീ ജോൺ, അജിത് രാജ്, മിനു ഫൈസൽ, വൈശാഖ് ജയ്, ടിജു മട്ടം, ബിനോ മാത്യു, സിന്ധു ശശീന്ദ്രൻ, ശ്രീദേവി നമ്പ്യാർ, ജീസ് കൈതാരം, നിഷിബ, സദാനന്ദ് കുമാർ, അനീഷ് മിഡ്ലാൻഡ്, ജലജ നാരായണൻ, ശ്രീലക്ഷ്മി സുധീർ, നിഷ റോസ് ഇവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത് മിനു ഫൈസൽ അല്ലേ? മിനുവിനാണ് ഫസ്റ്റ്. മഴയെത്തും മുമ്പേ എന്നുള്ള ഉത്തരത്തിന് ഒരു പോയിന്റ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ പേരാണ് കോഷൻ. CAUTION. കോഷൻ എന്നർത്ഥം വരുന്ന മലയാളം സിനിമാ പേര്. മിനു ഫൈസൽ അല്ലേ ആദ്യം പറഞ്ഞത് മഴയെത്തും മുമ്പേ? ഒന്ന് നോക്കണേ, ആരെങ്കിലും കൺഫേം ചെയ്യണേ. ജയശ്രീ, എൻ്റെ കയ്യക്ഷരം വേറെ ഒരുത്തനും മനസ്സിലാവില്ലെന്ന് ശ്രീദേവി നമ്പ്യാർ. കോഷൻ എന്നർത്ഥം വരുന്ന CAUTION, കോഷൻ എന്നർത്ഥം വരുന്ന മലയാളം സിനിമാ പേര്. ഉത്തരമെന്ന് ജിഷ റെജോ, വെയിറ്റ് എന്ന് വൈശാഖ് ജയ്. എന്താണ്? ശ്രദ്ധ എന്ന് ബിനു മാത്യു, മുന്നറിയിപ്പ് എന്ന് മീര അനുമോദ്, ജാഗ്രത എന്ന് ബിന്ദു രാജേഷ് പറവൂർ, സദാനന്ദ് കുമാർ, അല്ല ഞാനല്ല എന്ന് മിനു ഫൈസൽ പറയുന്നുണ്ട്. വേറെ ആരാണെന്ന് പറയുമോ? തൊട്ടു മുമ്പത്തെ ചോദ്യത്തിന് ഉത്തരം ആരാ പറഞ്ഞെന്ന്? എങ്കിൽ അവർക്ക് പോയിന്റ് കൊടുക്കായിരുന്നു. മഴ കഴിയും മുമ്പേ എന്നല്ലേ മിനു പറഞ്ഞതെന്ന്. ഓക്കെ, അപ്പൊ വൈശാഖാണ് മഴയെത്തും മുമ്പേ എന്ന് കൃത്യമായി പറഞ്ഞത്. അപ്പൊ വൈശാഖിനൊരു പോയിന്റ്. ഓക്കെ, ഉറപ്പ് തീരുമാനമായില്ലേ? വൈശാഖിനാണ് മഴയെത്തും മുമ്പേയുടെ പോയിന്റ്. ഇതിന്റെ ഉത്തരം ജാഗ്രത. ശരിയാണ്, ജാഗ്രത എന്നുള്ളതാണ് ഉത്തരം. ആദ്യം പറഞ്ഞത് ആരാണ്? ജാഗ്രത ആദ്യം പറഞ്ഞത് മിനു അല്ലേ? മിനുവാണ് എനിക്ക് കാണിക്കുന്നത് ഇവിടെ. ജാഗ്രത എന്നുള്ള ഉത്തരം പറഞ്ഞത് മിനു ഫൈസലാണ്. മിനുവിനൊരു പോയിന്റ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് മാറ്റി പറയണേ. ജാഗ്രത എന്ന്
നിഷിബ എം നിഷി, ജലജ നാരായണൻ എന്നത് മീര അനുമോദ് പറയുന്നു. ഞാനാണ് മഴയത്ത് മുമ്പേ പറഞ്ഞത്. അതിന് മുൻപ് കുറേ പേര് പറഞ്ഞിരുന്നു മീര. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ കാണും. എൻ്റെ ടീമിനെ ഞാൻ പിരിച്ചുവിട്ടു. നിനക്ക് ഏതെങ്കിലും ഒരു ടീം കൃത്യമായിട്ടുണ്ടോ? ആര് ജയിക്കുന്നു അവരാണെന്ന് എൻ്റെ ടീം, അല്ലേ വൈശാഖ്? അപ്പോൾ അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഈ ക്വിസ് മാസ്റ്റർ ഇനി അടുത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതല്ല. ഓക്കെ, ചോദ്യം ഇതാണ്. സേക്രഡ്, SACRED, സേക്രഡ് എന്നർത്ഥം വരുന്ന മലയാളം സിനിമാ പേര്. മിനു ഫൈസൽ എന്ന് ശ്രീദേവി നമ്പ്യാർ മിനുവിന് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സേക്രഡ്, SACRED, സേക്രഡ് എന്നർത്ഥം വരുന്ന മലയാളം സിനിമാ പേര്. പോരട്ടെ. വിശുദ്ധൻ എന്ന് മീര അനുമോദ്, വിശുദ്ധൻ എന്ന് ജയശ്രീ ജോൺ, കൂട്ടില്ല. വിശുദ്ധൻ എന്ന് മിനു ഫൈസൽ, പുണ്യം എന്ന് നിഷ റോസ്, അജിത് രാജ് വിശുദ്ധൻ, അനീഷ് മിഡ്ലാൻഡ് വിശുദ്ധൻ. വിശുദ്ധൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിന്റ് എന്നല്ലേ അർത്ഥം. രഹസ്യമെന്ന് സിന്ധു ശശീന്ദ്രൻ, പുണ്യമെന്ന് ജിഷ റജോ, പവിത്രമെന്ന് നിഷ റോസ് പറയുന്നുണ്ട്. പവിത്രം ഒന്ന് പറയാനിരുന്നിട്ട് കാര്യമില്ല, പറയണ്ടേ. സീക്രട്ട് എന്നതിൻ്റെ അർത്ഥം വരുന്ന മലയാളം സിനിമ പവിത്രമാണ്. ആദ്യം പറഞ്ഞത് ബിന്ദു രാജേഷാണ്. ബിന്ദുവിനൊരു പോയിന്റ്. എന്നാലും നിങ്ങളൊക്കെ വിശുദ്ധൻ എന്ന് പറഞ്ഞില്ലേ, നിങ്ങളെയൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പവിത്രം, അനുസ്വാരം പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്താ മനസ്സിലായില്ല, കത്തിയില്ല. അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതിൽ ബിന്ദു രാജേഷ് പറവൂറിനാണ് പോയിന്റ്. അടുത്ത ചോദ്യം. Go to the cities and stay over. Go to the cities and stay over. എനിക്ക് മാത്രമേ പവിത്ര ഓർമ്മയുള്ളൂ കേട്ടോ. എനിക്കറിയാം ബിന്ദു രാജേഷ് പറവൂരിന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. സീക്രട്ട് എന്ന് കേട്ടപ്പോൾ ഉടനെ ചാടി പറഞ്ഞില്ലേ പവിത്രമാണെന്ന്, അതാണ്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിശുദ്ധൻ, പുണ്യം എന്നൊക്കെ തിരഞ്ഞു പോയിരിക്കുക. ഈ ഇരിക്കുന്ന എന്നെ നിങ്ങൾക്കൊന്നും കാണാൻ വയ്യ. ഗോ ടു ദ സിറ്റീസ് ആൻഡ് സ്റ്റേ ഓവർ. ഗോ ടു ദ സിറ്റീസ് ആൻഡ് സ്റ്റേ ഓവർ. നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാമെന്ന് ജിഷ റിജു, ജയശ്രീ ജോൺ, ബിന്ദു രാജേഷ് പറവൂർ, മിനു ഫൈസൽ, അജിത് രാജ്, നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാമെന്ന് നിഷ റോസ്, വൈശാഖ് ജയ്, മഹേഷ് ശിവരാമപിള്ള, ശ്രീജ അജിത്ത്, അനീഷ് മിഡ്ലാൻഡ് ഒക്കെ പറയുന്നുണ്ട്. നിഷിബ എം നിഷി, ലേഖ ജസ്റ്റിൻ, സിന്ധു ശശീന്ദ്രൻ. ഉത്തരം ശരിയാണ്. നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. ഓക്കെ, ആദ്യം പറഞ്ഞത് ഇനി ഇത് കണ്ടുപിടിക്കാനാണ് പാട്. നോക്കട്ടെ. ജിഷ അല്ലേ? ജിഷയ്ക്കാണ് പോയിന്റ്. ജിഷയാണ് എനിക്ക് കാണിക്കുന്നത്. ജിഷയ്ക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സോളമൻ അല്ലെന്ന് ശ്രീദേവി നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്. അതെ, ചിലർ ചാടി വീണേനെ ഇപ്പോൾ വേറെ പേരും കൊണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾ പറയും എങ്കിലും. പിക്ചർ എന്നർത്ഥം വരുന്ന മലയാളം സിനിമ. പെട്ടെന്ന് പറഞ്ഞോളൂ. പിക്ചർ എന്നർത്ഥം വരുന്ന മലയാളം സിനിമ. പെട്ടെന്ന് പോരട്ടെ. ഇതൊക്കെ എളുപ്പമുള്ള ചോദ്യമല്ലേ. ചിത്രം എന്ന് നിഷ റോസ് പറഞ്ഞിട്ടുണ്ട്. ശ്രീദേവി നമ്പ്യാർ, ജയശ്രീ ജോൺ, ലേഖ ജസ്റ്റിൻ, ബിന്ദു രാജേഷ് പറവൂർ, കുഞ്ഞിക്കൂനൻ എന്ന് വൈശാഖ് ജെ. പിക്ചർ എന്നുള്ളതിനോ? ചിത്രം എന്നുള്ളത് അജിത് രാജ് പറഞ്ഞിട്ടുണ്ട്. സദാനന്ദ് കുമാർ, അനീഷ് മിഡ്ലാൻഡ്, സിന്ധു ശശീന്ദ്രൻ, ശ്രീജ അജിത്ത് എല്ലാവരും പറയുന്നുണ്ട്. നിഷ സുരേഷ് കുറുപ്പ്, ജലജ നാരായണൻ, മിനു ഫൈസൽ തുടങ്ങിയവരൊക്കെ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആദ്യ ഉത്തരം പറഞ്ഞത് നിഷ റോസാണ്. നിഷ റോസിനൊരു പോയിന്റ്. ഓക്കെ, എവിടെ നിന്നാണോ ഈ വൈശാഖ് ജയ് കുഞ്ഞിക്കൂനനെ കൊണ്ടുവന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ അർത്ഥം വരുന്ന മലയാളം സിനിമാ പേര്. സം ഹൗസ് ഹോൾഡ് സ്റ്റഫ്സ് എഗെയിൻ. സം
ഹൗസ് സ്റ്റഫ്സ് എഗെയിൻ. ടഫ് ക്വസ്റ്റ്യൻസ് പ്ലീസ് എന്ന് അജിത് രാജ് ചോദിക്കുന്നുണ്ട്. ആരുടെ ടഫാണ് ഉദ്ദേശിച്ചത്? അജിത് രാജിന്റെ ടഫാണോ എൻ്റെ ടഫാണോ? സം ഹൗസ് ഹോൾഡ് സ്റ്റഫ്സ് എഗെയിൻ. വേഗം വേഗം വരട്ടെ ഉത്തരം. സം ഹൗസ് ഹോൾഡ് സ്റ്റഫ്സ് എഗെയിൻ. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് ജയശ്രീ ജോൺ, ബിന്ദു രാജേഷ് പറവൂർ പറയുന്നുണ്ട്, മിനു ഫൈസൽ പറയുന്നുണ്ട്, അജിത് രാജ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, വൈശാഖ് ജയ്, സിന്ധു ശശീന്ദ്രൻ, മഹേഷ് ശിവരാമപിള്ള, ശ്രീദേവി നമ്പ്യാർ, ലേഖ ജസ്റ്റിൻ ഒക്കെ പറയുന്നുണ്ട്, നിഷാറു, ശ്രീജ അജിത്, നീനു രഞ്ജിത്ത് തുടങ്ങിയവയൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്നുള്ളതാണ് ഉത്തരം. ആദ്യം പറഞ്ഞത് ജയശ്രീ ജോൺ ആണ്. അപ്പൊ ജയശ്രീക്ക് ഒരു പോയിന്റ്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇതാണ്. ഇത് കുറച്ച് ട്രിക്കിയാണ്, എങ്കിലും നല്ലോണം ആലോചിച്ച് പറയുക. ലൈറ്റ്, LIGHT, ലൈറ്റ് എന്നർത്ഥം വരുന്ന ഒരു മലയാള സിനിമ. ലൈറ്റ് എന്നർത്ഥം വരുന്ന മലയാള സിനിമ. LIGHT കേട്ടോ, ലൈറ്റ്. എനിക്ക് നല്ല നെറ്റ് തരുന്നവർക്ക് ഫ്രീ ആയി ചായയും പരിപ്പടിയും പവിത്ര തരുമെന്ന്. ആഹാ, ഞാൻ വല്ല രാജസ്ഥാനിൽ നിന്ന് വല്ല കടിയോ എന്തൊക്കെ അവിടുത്തെ പരിപാടികൾ, എന്താണ് ദാൽ ബാട്ടിയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ കൊടുക്ക്. ചായയും പരിപ്പടിയും എൻ്റെ വക. ആഹാ, നടന്നു തന്നെ. ഞാൻ പ്രകാശൻ എന്ന് ജയശ്രീ ജോൺ. അല്ല. വെട്ടം എന്ന് മിനു ഫൈസൽ, ശ്രീജ അജിത്ത്, നിഷ സുരേഷ് കുറുപ്പ്, ഷൈബി ഷാജു തുടങ്ങിയവർ പറയുന്നുണ്ട്. നിഷ റോസ് വെളിച്ചം എന്ന് പറയുന്നു. സിന്ധു ശശീന്ദ്രൻ വെളിച്ചം. വെളിച്ചം എന്ന് പേരിലൊരു സിനിമയുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. ലേഖ ജസ്റ്റിൻ വെട്ടം. വീണ്ടും നെറ്റ് പോയെന്ന് വൈശാഖ് ജയ്. ഓരോരോ യോഗങ്ങളെ. നിഷ റോസ് വെട്ടം, അനീഷ് മിഡ്ലാൻ വെട്ടം, സിന്ധു ശശീന്ദ്രൻ വെട്ടം, ജലജ നാരായണൻ വെട്ടം, വൈശാഖ് ജയ് വെട്ടം, ജൂല വി ഗോപാൽ, നിഷിബായൻ. നിഷിക്ക് തിളക്കമാണ്, തിളക്കമല്ല വെട്ടമാണ് ഉത്തരം. ആദ്യ ഉത്തരം പറഞ്ഞത് മിനു ഫൈസൽ അല്ലേ? മിനുവിനൊരു പോയിന്റ്. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, ദി ബാൺ ഔൾ. ദി ബാൺ ഔൾ, BARN, ബാൺ ഔൾ, OWL. പെട്ടെന്ന് പറയും എല്ലാവരും. ദി ബാൺ ഔൾ. വേഗം ഉത്തരം വരട്ടെ. ദി ബാൺ ഔൾ എന്നർത്ഥം വരുന്ന മലയാളം സിനിമ പേര്. വേഗം വേഗം വരട്ടെ. വെള്ളിമുങ്ങ എന്ന് ജിഷ രജോ, ശ്രീദേവി നമ്പ്യാർ, ബിന്ദു രാജേഷ് പറവൂർ ഒക്കെ പറയുന്നുണ്ട്. ശരിയാണ് ഉത്തരം. ജയശ്രീ ജോൺ, അജിത് രാജ്, ലേഖ ജസ്റ്റിൻ, മിനു ഫൈസൽ തുടങ്ങിയവരൊക്കെ വെള്ളിമുങ്ങ എന്ന് പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞത് ജിഷ രജു ആണ്. ജിഷ മീൻ കരിയിച്ചെങ്കിലും ഇടയ്ക്ക് വന്ന് പോയിന്റ് നേടുന്നുണ്ട്. കരിഞ്ഞ മീൻ എന്തായോ എന്തോ. മിനു ആൻഡ് ശ്രീദേവി സ്റ്റേജിന്റെ പുറകിൽ വരണമെന്ന് ജീസ് കരുതാൻ പറയുന്നത്. എന്തെങ്കിലും കൊട്ടേഷൻ കൊടുക്കാനാണോ? വെള്ളിമുങ്ങ എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. ഇതാണ്. ദ ഗാർഡനർ. ദി ഗാർഡനർ, GARDENER. ദി ഗാർഡനർ. ജൂലാവി ഗോപാൽ, ജലജ നാരായണൻ തുടങ്ങിയവരൊക്കെ വെള്ളിമുങ്ങ എന്ന് പറയുന്നുണ്ട്. ഇത്രയും ശരിയാണ് കേട്ടോ. മിനു ഫൈസലിനാണ് പക്ഷെ അല്ല, ജിഷ റജോയ്ക്കാണ് പോയിന്റ് കിട്ടിയത്. പോയിന്റ് എന്നല്ല, ഞാൻ ഒന്നുകൂടി പറയാമേ. ജിഷയ്ക്ക് 5 പോയിന്റ്, ശ്രീദേവിക്ക് 4 പോയിന്റ്, മിനു ഫൈസലിനും ബിന്ദു രാജേഷിനും 3 പോയിന്റ്, ജയശ്രീക്ക് 2 പോയിന്റ്, വൈശാഖിനും നിഷ റോസിനും ഓരോ പോയിന്റ്. ദി ഗാർഡനർ എന്നുള്ള അർത്ഥം വരുന്ന മലയാളം സിനിമാ പേരാണ് ചോദിച്ചത്. എല്ലാവരും പറയുന്നുണ്ട്. ഉദ്യാനപാലകൻ എന്നുള്ളതാണ് ഉത്തരം. ശ്രീദേവി നമ്പ്യാരാണ് ആദ്യം പറഞ്ഞതെന്നാണ് എനിക്ക് കാണിക്കുന്നത്. വേറെ ആരെങ്കിലും പേരാണെങ്കിൽ ഒന്ന് മാറ്റി പറയണേ. ഉദ്യാനപാലകൻ എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം.
അടുത്ത ചോദ്യം ഇതാണ്. ശ്രീദേവി നമ്പ്യാർ ഞാൻ തന്നെ, അതെ ശ്രീദേവിക്കാണ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. സോ ക്ലോസ്. സോ ക്ലോസ്. വേഗം ഉത്തരം പറഞ്ഞോളൂ. സോ ക്ലോസ് എന്നർത്ഥം വരുന്ന മലയാളം സിനിമാ പേര്. സോ ക്ലോസ് എന്നർത്ഥം വരുന്ന മലയാളം സിനിമാ പേരാണ് ചോദിച്ചത്. ഉത്തരം വരുന്നുണ്ട്. അരികെ എന്ന് ബിന്ദു രാജേഷ് പറവൂർ, അജിത് രാജ്. അരികത്ത് എന്ന് ജയശ്രീ ജോൺ. അങ്ങനെ ഒരു സിനിമാ പേരുണ്ടോ? അരികത്ത്. ജിഷ റജു അരികെ, ശ്രീദേവി നമ്പ്യാർ അരികെ, ജയശ്രീ ജോൺ അരികെ ആക്കിയിട്ടുണ്ട്. നിഷ റോസ് അരികെ, ശ്രീജ അജിത്ത് അരികെ, ജലജ നാരായണൻ അരികെ. ഉത്തരം ശരിയാണ്. അരികെ എന്ന് ആദ്യം പറഞ്ഞത് ബിന്ദു രാജേഷ് ആണ്. ബിന്ദുവിന് ഒരു പോയിന്റ്. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം ഇത് എളുപ്പമാണ്. ദി സിക്സ്ത് ലോർഡ്. ദി സിക്സ്ത് ലോർഡ്. ജയശ്രീ വെറുതെ വായിൽ തോന്നുന്നു പറയുന്നതാണെന്ന്. നോട്ട് ദി പോയിന്റ് ജയശ്രീ. ബിന്ദു രാജേഷ് പറവൂറിൻ്റെ ഈ വാചകം, ഈ പ്രസ്താവന നോട്ട് ചെയ്ത് വയ്ക്കുമല്ലോ. അതിൻ്റെ ഉത്തരം രഹസ്യമായി കൊടുത്തേക്കൂ. ഓക്കേ. പവിത്ര ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ മിഷൻ സ്കൂളിലാണ് പഠിച്ചത് സുനന്ദ ചേച്ചി. ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഹൈസ്കൂൾ. അപ്പൊ ചോദ്യം ഇതാണ്. എന്തായിരുന്നു ഞാൻ ചോദിച്ചത്? ദ സിക്സ്ത് ലോർഡ്, ആറാം തമ്പുരാൻ എന്ന് ജയശ്രീ ജോൺ, ബിന്ദു രാജേഷ് പറവൂർ, മിനു ഫൈസൽ, എല്ലാവരും പറയുന്നുണ്ട്. ലേഖ ജസ്റ്റിൻ, ജിഷ റജു, ശ്രീജ അജിത്ത്, നിഷ റോസ്, അനീഷ് മിഡ്ലാൻഡ്, ജലജ നാരായണൻ തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. ഞാൻ കിടന്നുറങ്ങിയെന്ന് റംസീന നാസർ. അലാറം വെക്കണ്ടേ റംസീന. മോദിജി പഠിച്ച സ്കൂളിലാന്ന് അജിത് രാജ്. മോദിജി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല. വലിപ്പമുള്ള പേരാണ് സ്കൂളിനെന്ന്. BEM സ്കൂൾ എന്നാണ് പേര്, പക്ഷെ അതിൻ്റെ ഫുൾ ഫോം ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഹൈസ്കൂൾ എന്നാണ്. വളരെ പഴയ ഒരു സ്കൂളാണ്. ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടാക്കിയ സ്കൂളാണ്. അപ്പോൾ സിക്സ്ത് ലോർഡ് എന്നുള്ള ഉത്തരം പറഞ്ഞത് ആദ്യം പറഞ്ഞത് ജയശ്രീ ജോൺ അല്ലേ? ജയശ്രീക്ക് ഒരു പോയിന്റ്. ഓക്കെ, ആറാം തമ്പുരാൻ എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇതാണ്. ക്രോസിംഗ് ദിസ് റിവർ. ക്രോസിംഗ് ദിസ് റിവർ. ഞാനുണ്ട് കുറെ മുകളിൽ നിന്ന് ശ്രീദേവി നമ്പ്യാർ. ശ്രീദേവി നമ്പ്യാരാണോ അതിന് മുമ്പ് പറഞ്ഞത്? നോക്കട്ടെ. എനിക്ക് അരികെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ജയശ്രീ ജോണിൻ്റെ ഉത്തരമാണ്. ശ്രീദേവി നമ്പ്യാരാണോ? എനിക്ക് ശ്രീദേവിക്ക് കൊടുക്കുന്ന പോയിന്റ്. ശ്രീദേവി നമ്പ്യാർ ഒരു പോയിന്റ്. ഓക്കെ, ഉത്തരം വരുന്നുണ്ട്. ഈ പുഴയും കടന്ന് എന്നുള്ള ഉത്തരം ശ്രീദേവി നമ്പ്യാർ, ഷൈബി ഷാജു, ജയശ്രീ ജോൺ ഒക്കെ പറയുന്നുണ്ട്. ശ്രീജ അജിത്ത്, സിന്ധു ശശീന്ദ്രൻ, പുഴയ്ക്കക്കരെ എന്ന് നിഷ റോസ്. സിനിമയുടെ പേരാണ്. റംസീന നാസർ ഉത്തരം ശരി പറഞ്ഞിട്ടുണ്ട്. ഈ പുഴയും കടന്ന്. നിഷ സുരേഷ് കുറുപ്പ് ഈ പുഴയും കടന്ന്. ജലജ നാരായണൻ ഈ പുഴയും കടന്ന്. എല്ലാവരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞത്, ഈ ആദ്യം ഉത്തരം പറഞ്ഞ ആളെ കണ്ടുപിടിക്കുന്നതാണ് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട്. ആരാണ് ആദ്യം ഉത്തരം പറഞ്ഞത്? ഒന്ന് നോക്കി പറയാമോ? എനിക്ക് കമന്റ് ഓടിപ്പോകുന്നു. ശ്രീദേവി ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആണോ? ശ്രീദേവി ആണോ ആദ്യം പറഞ്ഞത് ഈ പുഴയും കടന്ന് എന്നുള്ളത്? ശ്രീദേവി നമ്പ്യാരാണ് എനിക്ക് കാണിക്കുന്നത്. ശ്രീദേവി അല്ലേ? ശ്രീദേവിക്ക് ഒരു പോയിന്റ്. അതും ശ്രീദേവി നമ്പ്യാരാണെന്ന് ജയശ്രീ ജോൺ. ഓക്കെ, ശ്രീദേവിക്ക് ഒരു പോയിന്റ് കേട്ടോ. അടുത്ത ചോദ്യം. എലോൺ ഇൻ എ ക്രൗഡ്.
എലോൺ ഇൻ എ ക്രൗഡ്. ALONE, എലോൺ ഇൻ എ ക്രൗഡ്. CROWD, ക്രൗഡ്. എലോൺ ഇൻ എ ക്രൗഡ്. പഴയ സിനിമയാണ്, അതുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർ പറയുമോയെന്നറിയില്ല. എലോൺ ഇൻ എ ക്രൗഡ് ഇതിൻ്റെ അർത്ഥം വരുന്ന മലയാളം സിനിമാ പേരാണ് ചോദിച്ചത്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് ശ്രീദേവി നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്. ജയശ്രീ ജോൺ, മിനു ഫൈസൽ, നിഷ റോസ്, ജിഷ റെജോ, ബിന്ദു രാജേഷ് പറവൂർ, ജേഗ ജസ്റ്റിൻ, ശ്രീജ അജിത്ത്, ശ്രുതി ശ്രീധർ, സദാനന്ദ് കുമാർ എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. അനീഷ് മിഡ്ലാൻഡ്, സിന്ധു ശശീന്ദ്രൻ, ജലജ നാരായണൻ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആദ്യ ഉത്തരം പറഞ്ഞത് ശ്രീദേവി നമ്പ്യാരാണ് അല്ലേ? ശ്രീദേവിക്ക് ഒരു പോയിന്റ് കൂടി. ശ്രീദേവി പോയിന്റ് നിലയിൽ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യം ഞാൻ ആദ്യം ഒന്ന് നിഷ റോസ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കണേ. നമ്മുടെ കമൻ്റ് ആയിരിക്കും FB ആദ്യം കാണിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ഉത്തരം ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം ദി തേർഡ് ഡേ. ശ്രീദേവി എന്ന് ജിഷ റജോ. ശ്രീദേവിക്ക് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ അർത്ഥം വരുന്ന സിനിമ പേരാണ് ചോദിക്കുന്നത്. ദി തേർഡ് ഡേ. മൂന്നാം പക്കം എന്ന് ഷൈബി ഷാജു, ശ്രീദേവി നമ്പ്യാർ, മിനു ഫൈസൽ, സിന്ധു ശശീന്ദ്രൻ, ജയശ്രീ ജോൺ, നിഷിബ എം നിഷി ഒക്കെ പറയുന്നുണ്ട്. ഷൈബിയാണ് എനിക്ക് ആദ്യം കാണിക്കുന്നത്. ഷൈബിക്കൊരു പോയിന്റ്. മാറ്റം ഉണ്ടെങ്കിൽ പറയണേ. മൂന്നാം പക്കം ഒന്ന് റംസീന നാസർ, ബിന്ദു രാജേഷ് പറവൂർ, നിഷ റോസ്, അജിത് രാജ്, ശ്രീജ അജിത്ത്, ശ്രുതി ശ്രീധർ തുടങ്ങിയവരൊക്കെ പറയുന്നുണ്ട്. മൂന്നാം പക്കം എന്നുള്ള സിനിമയുടെ പേരാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഷൈബിയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഷൈബിക്കാണ് പോയിന്റ് കേട്ടോ. അപ്പം ഞാൻ പോയിന്റ് നില ഒന്നുകൂടി പറയാമേ. 8 പോയിന്റുമായിട്ട് ശ്രീദേവി നമ്പ്യാർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. 5 പോയിന്റുമായി ജിഷ രണ്ടാം സ്ഥാനത്തും 4 പോയിന്റുമായി ബിന്ദു രാജേഷ് മൂന്നാം സ്ഥാനത്തുണ്ട്. മിനു ഫൈസലിന് 3 പോയിന്റും ജയശ്രീ ജോണിന് 2 പോയിന്റും വൈശാഖ് ജയ്, നിഷ റോസ്, ഷൈബി തുടങ്ങിയവർക്ക് ഓരോ പോയിന്റും. മൂന്നാം പക്കം എന്നുള്ള ഉത്തരം കൂടുതൽ പേര് പറയുന്നുണ്ട്. ജലജ നാരായണൻ, അനീഷ് മിഡ്ലാൻഡ്, ജൂല വി ഗോപാൽ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. An interval in the land of crabs. An interval in the land of crabs. പെട്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. An interval in the land of crabs. വേഗം വേഗം ഉത്തരം പറയുക. ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇറ്റാവേല. ടൈപ്പോ ആയിരിക്കും. ശ്രീദേവി നമ്പ്യാർ. ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ലേഖ ജസ്റ്റിൻ, മിനു ഫൈസൽ, ശ്രുതി ശ്രീധർ, അജിത് രാജ്, ബിന്ദു രാജേഷ് പറവൂർ, ജിഷ റജു, നിഷിബ എം നിഷി, ശ്രീജ അജിത്, സിന്ധു ശശീന്ദ്രൻ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്നുള്ളതിനെയാണ് ഉത്തരം. ശ്രീദേവി നമ്പ്യാരാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ശ്രീദേവിക്ക് ഒരു പോയിന്റ്. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഫയർ വിറ്റ്നസ് എന്നർത്ഥം വരുന്ന മലയാളം സിനിമാ പേര്. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് ഒരുപാട് പേര് ഉത്തരം പറയുന്നുണ്ട്. റംസീന നാസർ, ജലജ നാരായണൻ, റേഞ്ച് തപ്പി റോഡിൽ ഇറങ്ങിയതാണെന്ന് ജിഷ റിജു. അപ്പോൾ മീനോ? കരിഞ്ഞ മീനിൻ്റെ പ്രശ്നം തീർന്നോ? ഫയർ വിറ്റ്നസ് എന്നർത്ഥം വരുന്ന മലയാളം സിനിമാ പേര്. അഗ്നിസാക്ഷി എന്ന് നിഷ റോസ്. എന്തോ ടൈപ്പോ ആണ്, പക്ഷെ ലേഖ ജസ്റ്റിൻ അഗ്നിസാക്ഷി. ഇരുട്ടിൻ്റെ ആത്മാവെന്ന് വൈശാഖ് ജെ, മിനു ഫൈസൽ അഗ്നിസാക്ഷി, റംസീന നാസർ അഗ്നിസാക്ഷി, അജിത് രാജ്, ജിഷ റജു,
നിഷിബ എം നിഷി, സിന്ധു ശശീന്ദ്രൻ, ജലജ നാരായണൻ തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അഗ്നിസാക്ഷി എന്നുള്ളതാണ് ഉത്തരം. ആദ്യം പറഞ്ഞത് നിഷ റോസാണ് എനിക്ക് കാണിക്കുന്നത്. അപ്പോൾ നിഷ റോസിനൊരു പോയിന്റ്. ഓക്കെ, അഗ്നിസാക്ഷി എന്ന് ജൂലാവി പറയുന്നുണ്ട്. എല്ലാവർക്കും എന്തൊക്കെയോ കഴിക്കാൻ കൊടുത്തു എന്ന് ജിഷ റജൂർ. ഈ കരിഞ്ഞ മീനിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ലൈവ് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് അല്ലേ. അടുത്ത ചോദ്യേ, ഇത് എക്സാക്ട്ലി അതാണോ അതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ച അർത്ഥം എങ്ങനെയാണ്, ഈ അർത്ഥം വരുന്ന ഒരു ഫേമസ് മലയാള സിനിമ പേര്. ഓക്കെ, ഋതം. ഋതം, RHYTHM, ഋതം എന്നർത്ഥം വരുന്ന മലയാളം സിനിമ പേര്. ഋതം എന്നർത്ഥം വരുന്ന മലയാളം സിനിമ പേര്. താളവട്ടം എന്നാണ് ഉത്തരം. ശ്രീദേവി നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്, വൈശാഖ് ജി പറഞ്ഞിട്ടുണ്ട്, ശ്രുതി, ശ്രീധർ, മിനു ഫൈസൽ എല്ലാവരും പറയുന്നുണ്ട് ഉത്തരം. ലേഖ ജസ്റ്റിൻ, താളം എന്ന് റംസീന നാസർ, താളവട്ടം എന്ന് അജിത് രാജ്, ബിന്ദു രാജേഷ് പറവൂർ, നിഷിബ എം നിഷി, നിഷാറോ, ശ്രീജ അജിത്ത്, വെഞ്ചാമരം എന്ന് ജീസ് കൈതാരം, ഋതം, താളവട്ടം എന്ന് സിന്ധു ശശീന്ദ്രൻ, മേളം എന്ന് ജിഷ റിജോ. ചോദ്യം തെറ്റാണെങ്കിലും ഉത്തരം ശരിയാണല്ലോ എന്ന് വൈശാഖ് ജെ. ഞാൻ പറഞ്ഞല്ലോ, ഈ ക്യൂസ് നടത്തുന്ന ആൾക്കാണ് അതിൽ പരമാധികാരമുള്ളത്. ഓക്കെ, അപ്പോൾ ഉത്തരം താളവട്ടം എന്നുള്ളതാണേ. ആദ്യം ഉത്തരം പറഞ്ഞത് ശ്രീദേവി നമ്പ്യാറല്ലേ? ആണ്. ശ്രീദേവിക്ക് ഒരു പോയിന്റ്. ശ്രീദേവിയുടെ പോയിന്റ് എഴുതാൻ എനിക്കൊരു സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. ഓക്കെ, അടുത്ത ചോദ്യം താളവട്ടം എന്നുള്ളതാണ് കേട്ടോ ഉത്തരം. അടുത്തത് പെറ്റൽ ഓഫ് എ ലോട്ടസ് ഫ്ലവർ. പെറ്റൽ ഓഫ് എ ലോട്ടസ് ഫ്ലവർ. പെറ്റൽ ഓഫ് എ ലോട്ടസ് ഫ്ലവർ. എല്ലാവരും താലവട്ടം എന്നുള്ളത് വെഞ്ചാമരം എന്ന് പറഞ്ഞെന്ന് ജീസ് കൈതാര്യം പറയുന്നു. അത് ആലവട്ടം അല്ലേ? ആലവട്ടം, ആലവട്ടവും വെഞ്ചാമരവും അല്ലേ? ശ്രീദേവിയുടെ നെറ്റ് കണക്ഷൻ ഏതാണെന്ന് ജയശ്രീ ജോൺ ചോദിക്കുന്നുണ്ട്. ശ്രീദേവി സ്പീഡ് കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട്. ഷൈബിക്കൊപ്പം എന്ന് സുനന്ദ മഹേഷ്. പെറ്റൽ ഓഫ് എ ലോട്ടസ് ഫ്ലവർ. നീലത്താമര എന്ന് വൈശാഖ് ജെ, കമലദളം എന്ന് അജിത് രാജ്, കമലദളം എന്ന് ശ്രീജ അജിത്ത്, മിനു ഫൈസൽ, ജിഷ റിജോ തുടങ്ങിയവരൊക്കെ ഉത്തരം പറയുന്നുണ്ട്. കമലദളം എന്നുള്ളതാണ് ഉത്തരം. ഇന്ദു പ്രശാന്ത് പറയുന്നു കമലദളം, മനീഷ് മിഡ്ലാൻഡ്, റംസീന നാസർ, ജയശ്രീ ജോൺ, ബിന്ദു രാജേഷ് പറവൂർ. ശ്രീദേവി നമ്പ്യാർ പ്രാവശ്യം വൈകി എന്ന് തോന്നുന്നു. ഇപ്പോഴേക്കും ആരോ കണ്ണുവെച്ചു ആ നെറ്റിൽ. കമലദളം, കമലടലം എന്നേ വരുന്നുള്ളൂ എന്ന് ശ്രീദേവി നമ്പ്യാർ. ജൂലാവി ഗോപാൽ കമലദളം. കമലദളം ആദ്യം പറഞ്ഞത് അജിത് രാജ് അല്ലേ? അജിത് രാജാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അജിത്തിനൊരു പോയിന്റ്. മാറ്റം ഉണ്ടെങ്കിൽ പറയണേ. അജിത് രാജിന് ഒരു പോയിന്റ്. ഓക്കെ, അടുത്ത ചോദ്യം കമലദളം എന്നുള്ളതാണ് ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം വൈശാഖ് ജി പറയുന്ന അജിത്തിന് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം എക്സാക്ട്ലി ഇതാണോ അർത്ഥം എന്നെനിക്ക് സംശയമുണ്ട്, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. എമിഗ്രേഷൻ. എമിഗ്രേഷൻ എന്നർത്ഥം വരുന്ന മലയാള സിനിമാ പേര്. റംസീന ആദ്യം നമ്മുടെ പേര് കാണിക്കുന്നത് FB നമ്മുടെ കമൻ്റ് ആദ്യം കാണിക്കുന്നേ ഉള്ളൂ. ശരിക്ക് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ അറിയാം. ഏറ്റവും ആദ്യം FBയുടെ സെർവറിൽ ആരുടെ കമൻ്റാണോ റിസീവ് ആയത് അവരെയൊക്കെ ആദ്യം കാണിക്കുക. ഒരേ സെക്കൻഡ് മില്ലി സെക്കൻഡിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിലും അത് അവിടെ കാണിക്കും. എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കും അത് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. എമിഗ്രേഷൻ എന്നർത്ഥം വരുന്ന മലയാളം സിനിമ പേര്. ഞാൻ ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇത് അതിൻ്റെ അർത്ഥം അതല്ല എന്ന്. പക്ഷേ ഏകദേശം അതന്നെയാണ്. എമിഗ്രേഷൻ അല്ലെങ്കിൽ മൈഗ്രേഷൻ എന്നും പറയാം. നാടോടിക്കാറ്റ് എന്ന ശ്രീദേവി നമ്പ്യാർ, പ്രവാസം എന്ന മിനു ഫൈസൽ, ജീസ് കൈതാരം പറയുന്നു പുറപ്പാട്,
ജിഷ റജു പറയുന്നു പുറപ്പാട്. ദേശാടനം എന്നാണ് ഉത്തരം. നിഷ റോസ് പറയുന്നു. ശ്രീജാജിത്ത് പറയുന്നു ദേശാടനം. യാത്ര എന്ന് ജിഷ റജു. ദേശാടനമാണ് കേട്ടോ ഉത്തരം. നാടോടിക്കാറ്റ് എന്നൊക്കെ പറഞ്ഞതിന് കാരണം എന്തായിരുന്നു? പലായനം എന്ന് നിഷ റോസ്. പുറപ്പാടെന്ന് ഇന്ദു പ്രശാന്ത്. വൈശാഖ് ജയ പറയുന്നു കടവ്, മൈഗ്രേഷൻ. പരദേശി അജിത് രാജ്. കുടിയേറ്റം എന്ന് ജിഷ റജു. ഉത്തരം ദേശാടനമാണേ. ദേശാടനം എന്നുള്ള ഉത്തരം ആദ്യം പറഞ്ഞത് ആരാണ് ആദ്യം പറഞ്ഞത്? നിഷ റോസ് ആണോ? നിഷ റോസ് അല്ലേ? നിഷ റോസിനൊരു പോയിന്റ്. ദേശാടനം എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം ഞാനെന്ന് നിഷ റോസ്. നിഷ റോസിന് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം റാറ്റ് ട്രാപ്പ്. റാറ്റ് ട്രാപ്പ്. ഇങ്ങനെ ടപ്പേയും ചോദിച്ചാൽ എനിക്ക് അലമ്പുണ്ടാക്കാൻ ഗ്യാപ്പ് കിട്ടില്ല എന്ന്. ആദ്യം കുറെ ഉണ്ടാക്കിയില്ലേ? അത് പോരെ അറിയാ. റാറ്റ് ട്രാപ്പ് എന്നുള്ള അർത്ഥം വരുന്ന മലയാളം സിനിമാ പേര്. റോസ് മോൾ എന്ന് ജിഷ റജു. അതെന്താ? എലിപ്പത്തായം എന്ന് ശ്രീദേവി നമ്പ്യാർ, മിനു ഫൈസൽ, ബിന്ദു രാജേഷ് പറവൂർ, അജിത് രാജ് ഒക്കെ ഉത്തരം പറയുന്നുണ്ട്. വൈശാഖ് ജയ്, നിഷ റോസ്, ലേഖ ജസ്റ്റിൻ. എലിക്കണി എന്ന് സുനന്ദ മഹേഷ്. സിനിമയുടെ പേരാണ്. എലിപ്പത്തായം എന്ന് ജിഷ റജു, ജയശ്രീ ജോൺ, അനീഷ് മിഡ്ലാൻഡ്, ശ്രീജ അജിത് തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എലിപ്പത്തായം എന്നുള്ള ഉത്തരം ആദ്യം പറഞ്ഞത് ശ്രീദേവി നമ്പ്യാറല്ലേ? ശ്രീദേവിക്ക് ഒരു പോയിന്റ്. ഓക്കെ, ഏതെങ്കിലും ചോദ്യം വിട്ടുപോയിട്ട് നോക്കട്ടെ. ഓക്കെ, അടുത്ത ചോദ്യം ഇനി കുറച്ച് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. കെണി എന്ന് ജീസ് കൈതാരം. എലിപ്പത്തായം എന്നുള്ളതാണ് ഉത്തരം. ദി അഡ്രസ് എന്നർത്ഥം വരുന്ന മലയാളം സിനിമാ പേര്. എലിപ്പത്തായം എന്നൊരു ഫിലിമുണ്ടോ എന്ന് റംസീന നാസർ. വളരെ പഴയ സിനിമയാണ് റംസീന. കുടുക്ക് എന്ന് ജീസ് കൈതാരം. ഇപ്പം ഞാൻ ചോദിച്ചത് ദ അഡ്രസ് എന്നുള്ളതാണ്. ദ അഡ്രസ് എന്നർത്ഥം വരുന്ന മലയാളം സിനിമാ പേര്. മേൽവിലാസം എന്ന് പറയുന്നുണ്ട് എല്ലാവരും. ബിന്ദു രാജേഷ് പറവൂർ, ഷൈബി ഷാജു, ശ്രീദേവി നമ്പ്യാർ, ജിഷ റജു തുടങ്ങിയവരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മേൽവിലാസം എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, ശ്രീദേവി നമ്പ്യാർക്ക് ഒരു പോയിന്റ് കൂടി. അടുത്ത ചോദ്യം, നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ഇൻ റീസെന്റ് ടൈംസ് ഈ അർത്ഥം വരുന്ന മലയാളം സിനിമാ പേര്. ഇൻ റീസെന്റ് ടൈംസ്. എൻ്റേത് കണ്ടായിരുന്നു. എലിപ്പത്തായെന്നല്ലേ ഞാൻ വായിച്ചു. വിശക്കുന്നു എന്ന് സുനന്ദ മഹേഷ്. ഇൻ റീസെന്റ് ടൈംസ് എന്നർത്ഥം വരുന്ന മലയാളം സിനിമാ പേര്. ഈ അടുത്ത കാലത്ത് എന്ന് ശ്രീദേവി നമ്പ്യാർ, ജിഷ റജു, വൈശാഖ് ജയ്, ഇന്ദു പ്രശാന്ത്, നിഷ റോസ് എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. ജീസ് കൈതാരം, അജിത് രാജ്, മിനു ഫൈസൽ, ശ്രുതി ശ്രീധർ, ശ്രീജ അജിത്ത്. റംസീന പറയുന്നു ഈയിടെ എന്ന്. സിനിമയുടെ പേരാണ് റംസീന. ബിന്ദു രാജേഷ് പറവൂർ പറയുന്നു ഈ അടുത്ത കാലത്ത്. കമന്റ് ഹാക്ക് ചെയ്യാൻ പറ്റിയ ആപ്പ് ഏതായെന്ന് ജീസ് കൈതാരം ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ ചിന്തകൾ? അപ്പോൾ അതിൻ്റെ ഉത്തരം ശരിയാണ്. ഈ അടുത്ത കാലത്ത് എന്നുള്ളത് തന്നെയാണ്. ആദ്യം പറഞ്ഞത് ശ്രീദേവിയാണോ? ശ്രീദേവിക്ക് ഒരു പോയിന്റ് കൂടിയേ. ഓക്കെ, അപ്പം നാളത്തെ ലൈവിന് എല്ലാവരും തയ്യാറായിരിക്കുക. ഇന്നത്തെ നമ്മുടെ സമയം ഏകദേശം അവസാനിച്ചിരിക്കുന്നു. അപ്പം ഞാൻ പോയിന്റ് പറയാമേ. ശ്രീദേവിയുടെ പോയിന്റ് കൂട്ടണമെങ്കിൽ വേറെ ആളെ വിളിക്കേണ്ടി വരും. 1 2 3 4 13 പോയിന്റുമായി ശ്രീദേവി നമ്പ്യാരാണ് ഒന്നാം സ്ഥാനത്ത്. ശ്രീദേവി, കൺഗ്രാറ്റുലേഷൻസ്. അടുത്തത് രണ്ടാം സ്ഥാനത്ത് ജിഷ റജു ആണ്, 5 പോയിന്റ്. ഓക്കെ, 1ഉം 2 സ്ഥാനം തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. മൂന്നാം സ്ഥാനത്ത് ബിന്ദു രാജേഷ് പറവൂരാണ്, 4 പോയിന്റ്. കൺഗ്രാറ്റുലേഷൻസ്. 4ാം സ്ഥാനത്ത് മിനു ഫൈസലും
നിഷ റോസുമാണ് 3 പോയിന്റ്. ഓക്കെ, 2 പോയിന്റും ജയശ്രീ ജോണും, ഷൈബി ഷാജു, വൈശാഖ് ജെ, അജിത് രാജ് തുടങ്ങിയവർ ഓരോ പോയിന്റും വീതം നേടി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമാ പേര് കണ്ടുപിടിക്കൽ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു മണിക്കൂർ സമയം നിങ്ങൾ രസകരമായി എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് നാളെ 12 മണിക്ക് വീണ്ടും ലൈവുണ്ട്. അപ്പോൾ കൃത്യസമയത്ത് അലാമൊക്കെ വെച്ച് റെഡിയായി എല്ലാവരും എത്തുക. മീനൊക്കെ നേരത്തെ പൊരിച്ചു വയ്ക്കുക. ജിഷ റജോ, ആ സമയത്ത് കരിയിക്കരുത്. അപ്പോൾ ഞാൻ പോട്ടെ. അപ്പോൾ ഇനി വേറൊരു ലൈവിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.